ഏപ്രിൽ 12 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ സെനോ, വിശുദ്ധ അൽഫേരിയൂസ്, വിശുദ്ധ ഡാമിയൻ, വിശുദ്ധ എർക്കംബോഡൻ, വിശുദ്ധ ഗുത്തുലാക്, വിശുദ്ധ ജൂലിയസ്. വിശുദ്ധ സെനോ 380 കാലഘട്ടത്തിലാണ് വിശുദ്ധ സെനോ ജീവിച്ചിരുന്നത്. വെറോണയിലെ മെത്രാനായ വിശുദ്ധ സെനോ വിശുദ്ധ അംബ്രോസിന്റെ സമകാലികനാണ്. അദ്ദേഹം ഒരു രക്തസാക്ഷിയായിരുന്നു എന്നതിനെക്കുറിച്ച് അഭിപ്രായാന്തരങ്ങളുണ്ട്. മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തിയുടെ കാലത്ത് 362 സെനോ വെറോണയിലെ മെത്രാനായി. പ്രസംഗം വഴി എല്ലാ വർഷവും അനേകം വിജാതീയരെയും ആര്യൻ പാഷണ്ഡുകളെയും അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തിയിരുന്നു. കോൺസ്റ്റന്റൈൻ, വാലൻസ് എന്നീ ചക്രവർത്തിമാരുടെ പിന്തുണ പാഷണ്ഡുകൾക്കുണ്ടായിട്ടും ബിഷപ്പ് സെനോയ്ക്ക് അനേകരെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞു. ദരിദ്ര ജീവിതം വഴി പണമുണ്ടാക്കി ദരിദ്ര സഹായത്തിന് വിനിയോഗിച്ചതും അടിമകളെ സ്വതന്ത്രരാക്കാൻ വെറോണയിലെ ജനങ്ങൾ നിർലോഭം സഹായിച്ചതും ശ്രദ്ധേയമാണ്. വിശുദ്ധയുടെ കബറിടങ്ങളിൽ നടത്തിയിരുന്ന സ്നേഹവിരുന്ന് അമിതമായ മദ്യപാനത്തിനും മായാസ്തുതിക്കും കാരണമാകുന്നു എന്നത് കണ്ട് സെനോ അത് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ആ ആചാരം ഇല്ലാതെയായി. അതിന് വിശുദ്ധ അഗസ്തീനോ സെനോയെ അത്യധികം ശ്ലാഘിച്ച് കാണുന്നുമുണ്ട്. മരണാനന്തര ശുശ്രൂഷയോടനുബന്ധിച്ച് നടന്നുവന്ന അമിതമായ വിലാപം വിശുദ്ധ സെനോ നിർത്തി. വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി വിശുദ്ധ സെനോ അനുഭവിച്ചിട്ടുള്ള സഹനങ്ങൾ അവർണ്ണനീയമാണ്. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അനുഭവിക്കുന്ന മർദ്ദനങ്ങളിലും സഹനങ്ങളിലും പരിശുദ്ധമായ ആനന്ദം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ. സ്വന്തം അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ക്ഷമയെക്കുറിച്ച് വിശുദ്ധ സെനോ എഴുതിയിട്ടുള്ള ഈ വാക്കുകൾ എല്ലാ തലമുറകൾക്കും പ്രയോജനകരമാണ്. എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞി ക്ഷമയെ, നിന്റെ സ്തുതികൾ പാടാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. വാക്കാലല്ല, എൻ്റെ ജീവിതത്താലും പ്രവർത്തനങ്ങളാലും. അങ്ങ് കന്യാത്വത്തിന് തുണയാണ്, വിധവകൾക്ക് സുരക്ഷിത തുറമുഖമാണ്, വിവാഹ ജീവിതത്തിന് വഴികാട്ടിയും മാർഗനിയന്താവുമാണ്, സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ്, അടിമത്തത്തിൻ്റെ ആശ്വാസവും ആനന്ദവുമാണ്. അങ്ങാണല്ലോ പലപ്പോഴും അടിമത്തത്തിനുള്ള സ്വാതന്ത്ര്യം. അങ്ങ് വഴി ദാരിദ്ര്യം സമാധാനത്തോടെ ആസ്വദിക്കുന്നു, സമസ്തവും സംതൃപ്തി ഉളവാക്കുന്നു. അങ്ങ് വഴി പ്രവാചകന്മാർ പുണ്യത്തിൽ വളർന്നു, അപ്പസ്തോലന്മാർ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നു. രക്തസാക്ഷികളുടെ അനുദിന കിരീടവും മാതാവും അങ്ങാണ്. വിശ്വാസത്തിൻ്റെ താങ്ങും പ്രത്യാശയും ഫലവും സ്നേഹത്തിൻ്റെ മിത്രവും അങ്ങ് തന്നെ. തീക്ഷ്ണവും സംഭവബഹുലവുമായ ഈ വിശുദ്ധന്റെ ജീവിതം 380 ഏപ്രിൽ 12 സമാപിച്ചു.